ആകുമ്പോൾ ഓള് ഫോൺ റിങ്ങായിക്കൊണ്ടായിരുന്നു. പിന്നെ അതിൽ സ്വിച്ചപ്പായി. ഞങ്ങളൊക്കത്തായിട്ട് എല്ലാ ഫാമിലി ആയിട്ട് ഒക്കത്തെ പോയിക്കൊണ്ടുണ്ടായി. അങ്ങനെ സംശയം അവൻ്റെ കയ്യിൽ എന്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒന്ന് ക്ലോസ് ആയിട്ടെല്ലാം ഉണ്ടായി. ഞാൻ എൻ്റെ കുഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എടുക്കുന്നില്ല അറിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവൻ്റെ ഇത് സംശയം വന്നു. അങ്ങനെയായിട്ട് ഞാൻ കുമ്പിള പോലീസിൽ രാവിലെ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് എനിക്ക് ആദ്യം തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞത്, കുട്ടികളിൽ ഈ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് വൈകാരികമായിട്ടുള്ള അവരുടെ ചില ചാബല്യങ്ങളുണ്ട്, കരച്ചിൽ പോലുള്ള കുറേ കാര്യങ്ങൾ. സന്തോഷം വന്നാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് സ്ത്രീകളിൽ കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സ്വന്തം മകളെ, 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകളെ, അതും ഈ ദുഷിച്ച കാലഘട്ടത്തിൽ കാണാതായിട്ട് ഇത്രയും ദിവസം 26 ദിവസം വരെ ആയിട്ടും ആ അമ്മ സംസാരിക്കുന്ന സമയത്ത് അതിൽ വലുതായിട്ട് ഒരു ടെൻഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വേദന ചിലപ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച്, ഞാൻ പറഞ്ഞല്ലോ കാലങ്ങളനുസരിച്ച് ഈ ചാബല്യങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് വന്നതുകൊണ്ട് മേ ബി എനിക്ക് തോന്നിപ്പോയൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു ബോൾഡ്നെസ് കൂടിയൊരു സ്ത്രീ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. എനിക്ക് വലിയതായിട്ട് ടെൻഷൻ ഉള്ളതായിട്ടോ ഒന്നും തോന്നിയില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ ഡെഡ് ബോഡിയും കൂടെ കാണാതായ 42 വയസ്സുള്ള അയാളുടേതും ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത് ആ വീടിന് 200 മീറ്റർ മാത്രം അകലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയോ ഒക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അന്വേഷിക്കുക എന്നൊരു സംഭവം നമ്മൾ ചെയ്യും. അപ്പോൾ 200 മീറ്റർ അളവിൽ ആ കുട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്നു ടവർ ലൊക്കേഷൻ. അതിന് കാരണം ഇതിന് മുന്നേ പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്തും ടവർ ലൊക്കേഷൻ അവിടെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് അതൊന്നും അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല? കാരണം ഇത് വാർത്തയിൽ കാണുന്ന സമയത്ത് ഒരു തുറസായിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഭയങ്കരമായിട്ട് കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമല്ല. അതിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ആ 2 ഡെഡ് ബോഡീസും. 26 ദിവസം മുന്നേ കാണാതായിട്ടുള്ള ആൾക്കാർ 1.5 ആഴ്ചയോളം മാത്രമേ ആ ഡെഡ് ബോഡീസിന് പഴക്കമുള്ളൂ. അതിനെക്കഴിയും ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ദുർഗന്ധമൊന്നും ആർക്കും വന്നിട്ടില്ല. അപ്പം ആ വഴിയിലൂടെ ഒരാൾ പോലും പോയില്ലേ എന്നൊരു സംശയമാണ്. ഇനി തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മേ ബി ഇത് വേറെ എവിടെയെങ്കിലും കിടന്ന ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്ന് കെട്ടി തൂക്കിയതാണോ, അങ്ങനെ ഒരു സംശയം കൂടി എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തോന്നിപ്പോയൊരു കാര്യമാണ്. കാരണം ആ വഴിയിലൂടെ ഒരാൾ പോലും ഇത്രയും 1.5 ആഴ്ചയ്ക്കുള്ളിൽ സഞ്ചരിച്ചിട്ടില്ല. കാരണം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഡെഡ് ബോഡീസ് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അവരുടെ ഫോൺ ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, 2 ഫോൺ ഒന്നിനു മേൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ഫോൺ കൃത്യമായി പൊട്ടിയിട്ടുമുണ്ട്. ആ പൊട്ടിയിരിക്കുന്നത് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കൂർത്ത ഭാഗത്ത്, അതായത് പാറ പോലുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂർപ്പ് പോലുള്ള സ്ഥലത്ത് ചെന്ന് അടിച്ച് വീഴുന്നത്, നേരെ ചെന്ന് എറിയുന്നത് പോലെ അങ്ങനെ വീണ് കഴിഞ്ഞാൽ മാത്രം പൊട്ടുന്ന തരത്തിലാണ് അതിന്റെ പൊട്ടൽ തുറന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കയ്യിൽ നിന്ന് താഴെ അബദ്ധവശ വീണതായി കഴിഞ്ഞാലും നേരെ ഒരു വര പോലെ മാത്രമായിരിക്കും ആ പൊട്ടൽ, സ്ക്രാച്ചും പോലുള്ള കാര്യങ്ങൾ വരാൻ പാടുള്ളൂ. അപ്പം ഇതങ്ങനല്ല, ഒരു നല്ല രീതിക്കുള്ള ഒരു പൊട്ടലാണ് അതിൽ പറ്റിയിരിക്കുന്നത്. മേ ബി ആ കുട്ടി ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുക, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും ചിലപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിൽ ഓടിയ സമയത്ത്, കുതറി ഓടിയ സമയത്താണോ എവിടെയെങ്കിലും ചെന്ന് അടിച്ച് വീണിട്ടുള്ളതായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമുക്ക് അസ്യൂം ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യം, ചിലപ്പോൾ മേ ബി ആ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം അയാൾ മരിച്ചതാവാം. ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലപ്പുറത്തേക്ക് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ദിവസം, അതായത് ടവർ ലൊക്കേഷൻ അവിടെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു, 1.5 ആഴ്ചത്തെ പഴക്കം ഡെഡ് ബോഡീസിനുണ്ട്. ഇതുവരെ ദുർഗന്ധമൊന്നും വമിച്ചിട്ടില്ല, ആരും അത് കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത് കണ്ടെത്തി. മേ ബി ആരെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കിയതാണെങ്കിലോ വേറെ ആരെങ്കിലുമാണ് ഇവരെ കൊന്നതെങ്കിലോ, ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെയും പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പോലീസിന്റെ നിരുപദ്രവകരമായിട്ടുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 26 ദിവസത്തെ, കഴിഞ്ഞ ദിവസം കാണാതായ 2 പെൺകുട്ടികളെ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തി, ഇല്ലേ? അപ്പം അത്രയും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പോലീസ് ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും ലോ ലെവലിൽ എല്ലാത്തിനെയും നിസ്സാരവൽക്കരിച്ച് മാത്രം കാണുന്ന പോലീസുകാരും ഇവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നല്ല ക്രെഡിബിലിറ്റി ഉള്ള പോലീസുകാരുടെ പേര് കൂടി ഇല്ലാതാക്കുന്നത് ഇതുപോലെയുള്ള ഏറ്റവും ഈ പറയുന്ന ഒരു രീതിക്കും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്ത പോലീസുകാർ തന്നെയാണ്. ആ തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എത്രയോ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു കേസായിരുന്നു. ഇത്രയും ദിവസം 26 ദിവസത്തെ ഒരു ലാഘവ ബുദ്ധിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ സത്യത്തിൽ ആ മരണത്തിലേക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് അടിയോരായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി, SLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 3-4 മണിയോട് അനുബന്ധിച്ച് ഇറങ്ങി പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 10-15 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പെൺകുട്ടികൾക്കൊന്നും ഫോണിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല.
അവർക്കുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് നിങ്ങളുടെ ചുറ്റുപാടിൽ വെച്ച് അതിനെ അനുവദിക്കുക. അതിനുശേഷം ഫോൺ മേടിച്ച് വെക്കുക. അവർ കിടക്കാൻ നേരത്ത് അവർക്ക് ഫോണിൻ്റെ യാതൊരു ആവശ്യമില്ല. അവർ രാത്രി കാലങ്ങളിൽ ഫോൺ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ പെൺകുട്ടി കൃത്യമായിട്ട് ഫോണും വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ ഫോൺ കൊണ്ട് മാത്രം ആ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഇറങ്ങിപ്പോയെന്നുള്ളത്. അപ്പം കൃത്യമായി ആ രക്ഷിതാക്കളുടെ നോട്ടക്കുറവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ആ രക്ഷിതാക്കൾ എന്നല്ല, ഇന്ന് ഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളിത് പറയുന്ന സമയത്ത് നമ്മളോട് കുട്ടികൾക്ക് ദേഷ്യവും ചില രക്ഷിതാക്കൾക്ക് ദേഷ്യവും. നിനക്ക് എന്താ ഇത് പറയാനുള്ളത്, നീ നിന്റെ കുട്ടിയെ നന്നാക്കുന്നുള്ളത്. ശരിയാണ്, നന്നാക്കാൻ നോക്കുവാണ്. എത്രമാത്രം നന്നാവും എന്നറിയത്തില്ല. കാരണം കാലം നമ്മൾ എത്ര പൊതിഞ്ഞു കെട്ടി എത്ര സംരക്ഷിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും കുറുക്കൻ കണ്ണുകളിൽ വീണ് കഴിഞ്ഞാൽ മറ്റു രീതിക്ക് വളരുന്ന കുട്ടികളുടെ കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വഴിവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു തലവര അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. കാരണം മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ ലഹരി പോലുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലും അറിയാതെ കുട്ടികളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഓരോന്നും എടുത്ത് ടെസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് പലവട്ടവും ഈ പറയുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് പറയുന്നത് പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവർ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നു, അവരുമായിട്ട് ചാറ്റിംഗ് ആവുന്നു, വീഡിയോ കോൾ ആവുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ്. കാരണം ഇവരുടെ 50ഓളം ഫോട്ടോസാണ് ആ കൊണ്ടുപോയ പ്രദീപ് എന്ന് പറയുന്ന 42 വയസ്സുള്ള ആ ഓട്ടോക്കാരൻ അവൻ്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ചു, വീട്ടുകാരറിയാതെ ഈ 15 വയസ്സുള്ള പെൺകുട്ടി എവിടെയൊക്കെ പോയി എത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം 100% നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പെൺകുട്ടികൾ ആൺകുട്ടികളടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ സംഭവം. ഇതിൽ പെൺകുട്ടികളെ കൂടുതൽ സൂക്ഷിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു പ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കോളിംഗ് പലതരത്തിലുള്ള രീതികളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നേക്കഡ് ഫോട്ടോസ് പോലുള്ള കാര്യങ്ങൾ സ്നേഹിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന സമയത്ത് നിരന്തരമായി ചോദിക്കുന്ന സമയത്ത് അവരതിൽ വീഴുകയാണ്, അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മന്ദബുദ്ധികളാണ്, കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഇത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഈ പറയുന്ന നഗ്നമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് വെച്ചിട്ട് ഈ പറയുന്ന ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഹോട്ടലിലേക്കും മറ്റും വിളിച്ചു വരുത്തി വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വട്ടം ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറി വരാൻ ഈ പെൺകുട്ടികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം പെൺകുട്ടികൾ ഇതിലൊന്നും വീഴാതിരിക്കണമെങ്കിൽ ഈ ഫോൺ പോലുള്ള കാര്യങ്ങൾ അവർക്ക് എത്ര വയസ്സിൽ കൊടുക്കണം, എത്ര വയസ്സിൽ അവർക്കത് കിട്ടണം, ഏത് ടൈമിൽ അവരുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും വേണം. അല്ലാതെ മക്കളൊന്ന് പിണങ്ങി, മക്കളൊന്ന് ഈ കരഞ്ഞു കാണിച്ച്, മക്കളൊന്ന് ചിണുങ്ങി എന്ന് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ 2 മരണങ്ങൾ എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് പ്രണയത്തിന് കണ്ണും മൂക്കില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി 42 വയസ്സുള്ള ഓട്ടോക്കാരനുമായിട്ട് ഇത്രയധികം അടുപ്പത്തിൽ, ഒരു വാർത്തയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയയിൽ വന്നിട്ടുള്ള വാർത്തയിൽ കേട്ടു, ഈ കുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയാണ്, അടുപ്പക്കാരൻ കൂടിയാണ് ഈ ഓട്ടോ ഡ്രൈവർ എന്നുള്ള കാര്യത്തിൽ ഒരു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നിരന്തരമായിട്ട് വീട്ടിലുള്ള വരക്കവും പോക്കും അല്ലെങ്കിൽ ഈ കുട്ടി ഇതിനകത്ത് സ്ഥിരമായിട്ട് പോവുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. മേ ബി ഈ ഒരു അടുപ്പമൊക്കെ വളർന്നു വരുന്നത്, നമ്പർ കൈമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. അപ്പം ഈ പാതിരാത്രി പോലെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ബന്ധം വളർന്നു നിന്നിട്ട് ഒരിക്കൽ പോലും വീട്ടുകാർക്ക് അത് മനസ്സിലായില്ലെന്ന് പറയുമ്പം അത് വീട്ടുകാരുടെ മാത്രം കഴിവുകേടാണ്, വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വാർത്തകൾ ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ 2 മരണങ്ങൾ എന്ന് പറയുന്നത്. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നേരത്തെ ആ 2 പെൺകുട്ടികൾ മിസ്സിങ് ആവുന്ന സമയത്ത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാണാതായപ്പം അതിൽ പ്രവർത്തിച്ച പോലൊരു ടീമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മേ ബി എപ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിതെന്ന് പറയുന്നത്. ടവർ ലൊക്കേഷൻ അടക്കം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒളിച്ചിരുന്നായിരിക്കും, അവിടെ എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവിടെ അതിനപ്പുറത്തേക്ക് എന്തോ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചുരുളഴിയാൻ ഇനി കിടപ്പുണ്ട്. അപ്പം അത് തന്നെയാണ്. കാരണം ആ ഒരു പ്രദേശം കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൂടെ ആൾക്കാർ സഞ്ചരിക്കാൻ പറ്റുന്ന വഴി തന്നെയാണ്. വലിയ കുറ്റിക്കാടുകളോ വലിയ സംഭവങ്ങളോ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം ഇത്രയും 26 ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും അതിലൂടെ ആൾക്കാരൊന്നും പോയില്ലേ, ഇവരെ കണ്ടില്ലേ എന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതിനപ്പുറത്തേക്ക് ചില മീഡിയസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മൂക്ക് പൊത്തിക്കൊണ്ട് തന്നെയാണ് ആൾക്കാർ അതിൻ്റെ അടുത്തായിട്ട് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ തൊട്ടടുത്തെങ്കിലും ഈ ആൾക്കാർ എന്തിനെങ്കിലുമൊക്കെ പോയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം ഇതുപോലെ സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന സമയത്തായിരിക്കും മേ ബി ചിലപ്പം ഇവരെ ആരെങ്കിലും കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ എന്നൊരു സംഭവം. കാരണം ചില ആൾക്കാരെങ്കിലും പറയുന്നു അത് കൊന്നത് ഈ പറയുന്നവർക്ക് നേരത്തെ തന്നെ 1.5 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ അവിടെ കെട്ടിത്തൂങ്ങി നിന്നാണെന്നുണ്ടെങ്കിൽ അത് അറ്റ് വീഴുന്ന അവസ്ഥയിലേക്കൊക്കെ ഏകദേശം പോയേനെ എന്നൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. അതൊക്കെ ഫോറൻസിക് വിദഗ്ധരെ നോക്കി അന്വേഷിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ മക്കളെ ഒരുപാട് ശ്രദ്ധിക്കുക.